ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സോയാബീൻ പനീറും കൊണ്ടുള്ള ഒരു കുറുമയാണ്. സോയാബീനകത്തൊക്കെ അല്ലെങ്കിൽ പനീറിലൊക്കെ നല്ലപോലെ മസാലയൊക്കെ ഇങ്ങനെ നമുക്ക് ഇതുപോലെ നല്ലപോലെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. സോയ ബടി എന്ന് പറയും, അല്ലെങ്കിൽ സോയാബീൻ. നമുക്കൊന്ന് അല്പം പച്ചവെള്ളത്തിൽ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനകത്തൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി നമുക്കതൊന്ന് കഴുകിയെടുക്കാം. ഞാനിതിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വെള്ളത്തിൻ്റെ ഒരു ബേസ് നമുക്കുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1-1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സോയാ ബടി നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പം ഞാനിപ്പം എല്ലാ സോയാബീനും കഴുകിയത് സോയാ ബടിയെല്ലാം നമുക്ക് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു 150 ഗ്രാം പനീർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഡൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരുവിധം വലിപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് എണ്ണയിലിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം അതെല്ലാം പനീറൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് ഹാർഡാവാതിരിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഉപ്പിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സോയാബടി ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ പനീറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ പനീർ നമ്മൾ ഫ്രൈ ചെയ്തതുകൊണ്ട് അത് പുറത്തിങ്ങനെ വെച്ചിരുന്നാൽ ചിലപ്പോൾ അത് ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. നമുക്കിത് വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് സോഫ്റ്റായി തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കുറുമ ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ ഒരു 1/2 കപ്പ് എണ്ണ നമുക്ക് വേണം. അതിനനുസരിച്ച് നമുക്കിപ്പോൾ തന്നെ 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാനൊരു 3 സവോള ഇതുപോലെ സ്ലൈസായിട്ട് നീളത്തിലരിഞ്ഞിട്ടുള്ളത് ആണ്. അത് നമുക്ക് കനം കുറഞ്ഞരിഞ്ഞിട്ടുള്ള സവോളയാണ്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒനിയൻ്റെ കളർ മാറി വരുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്. സവോളയൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതെല്ലാം കൂടെ സവോളയെല്ലാം ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ടാകും, 1 ഇഞ്ച് ഇഞ്ചി, അതുപോലെ ഒരു തക്കാളി, ഇവയെല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് തൈര് കൂടി നമുക്കെടുക്കാം. 1/2 കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. തൈരിലേക്ക് നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കടായിലേക്ക് നമ്മുടെ ഈ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും. അതിനാണ് നമുക്കിങ്ങനെ മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് സവോള ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പൂ, 2 ഏലക്ക, കുറച്ച് ജാതിപ്പൂവ് അല്ലെങ്കിൽ ജാതിപത്രി, ഇവയെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ തക്കാളിക്ക പേസ്റ്റ്, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ പേസ്റ്റ് ആക്കിയിരിക്കുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക്
മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ എരിയുള്ള മുളക് പൊടിയും അതുപോലെ ഞാനിവിടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം. മസാലയുടെയൊക്കെ പച്ചമണം മാറി മസാലയിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മസാല കരിയാതെ വണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട, എണ്ണയൊക്കെ നന്നായിട്ട് നമുക്ക് തെളിഞ്ഞ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തൈരിൻ്റെ മിക്സ്ചറാണ്. നമ്മൾ തൈരും മല്ലിപ്പൊടി മസാലയൊക്കെ കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ്ചറാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കേണ്ടതാണ്. തവിയെടുക്കാതെ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 2-3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ സോയാബടി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് നല്ലപോലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. വെള്ളമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുക്കണം. ഇപ്പം നമ്മുടെ ഇതിൽ നിന്നും എണ്ണയൊക്കെ മസാലയൊക്കെ വെന്തിട്ട് അതിൽ നിന്നും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു തരിതരിത്ത മസാലയുടെ ഒരു തരിതരിപ്പുണ്ട്. ഇതുപോലെ ഈ പരുവമാകുമ്പോഴേക്കും നമ്മൾ സോയാബടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. സോയാബടി ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ചിലപ്പോൾ നമ്മളുടെ ഈ സോയ വെള്ളവും അല്ലെങ്കിൽ എണ്ണയൊക്കെ സോക്ക് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ നമ്മൾ പതുക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് സോയാബടി ഇതിൻ്റെ എണ്ണയും വെള്ളമൊക്കെ സോക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പതുക്കെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ്റെ പേസ്റ്റ് നമുക്കുണ്ടാക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. 10-15 കാഷ്യൂ നട്ട്സ് ഉണ്ട്. കുറച്ച് തേങ്ങ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ സമയത്ത് നമുക്ക് അത് നമ്മുടെ സോയാബടിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി നമുക്ക് വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളെല്ലാം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ സോയാബടിയിലും അല്ലെങ്കിൽ നമ്മൾ പനീർ ആഡ് ചെയ്യുമ്പോൾ പനീറിലേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി നമുക്കിതിലേക്ക് പനീറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം തുറന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജാതിപത്രി ഇതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ അനുസരിച്ച് നമുക്ക് കേവട വാട്ടറും കൂടി നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കുറുമയ്ക്ക്. അപ്പോൾ പനീർ കുറുമ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ഇഞ്ച് ഇഞ്ചി കഷ്ണം നമുക്കിതൊന്ന് ചെറുതായിട്ട് നീളത്തിൽ നിന്ന് കനം കുറച്ചതിന് ശേഷം നമുക്കതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. കുറച്ച് സമയത്തിന് ശേഷം വേണം, ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഒരു ബൗളിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇപ്പം നമ്മളുടെ സോയാബടിക്കകത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ സോയാബടി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.